ഹലോ ഹായ്, നമ്മുടെ ഫ്ലുവൻസി ചലഞ്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം ചെയ്തോ എന്നെങ്ങനെ ചോദിക്കാം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് പറയേണ്ടി വരില്ല, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, അവൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ആ ഒരു ടോൺ ഉണ്ടല്ലോ, ചെയ്തിട്ടുണ്ട് എന്നുള്ള ടോൺ. ഇത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വളരെ സിമ്പിൾ ആണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഇവ രണ്ടിൽ ഒരാൾ ആ സെന്റൻസിൽ നമ്മൾ കൊണ്ടുവച്ചാല് ഈ ചെയ്തിട്ടുണ്ട് എന്നുള്ള നമ്മുടെ ഒരു പ്രയോഗം നമുക്ക് കിട്ടും. നമ്മൾ പഠിച്ചിരുന്നു ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ അല്ലെ, സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, ഇതാണ് ആ ഒരു സ്ട്രക്ചർ. അപ്പൊ ഇതില് ഈ ഒരു സബ്ജക്റ്റിന്റെ ശേഷം സബ്ജക്ട് പ്ലസ് പിന്നെ നമ്മൾ ഹാവിനെയോ അല്ലെങ്കിൽ ഹാസിനെയോ കൊണ്ടുവെക്കും. ഹാവ് ഓർ ഹാസ്, ഓക്കെ, പ്ലസ് V3. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്ലസ് ഒബ്ജക്ട് V3. അതായത് ഈ ഹാവും ഹാസും നമ്മളൊരു സെന്റൻസിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആ മീനിങ് കിട്ടാൻ അത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. എന്നാൽ ആ ഒരു നിയമം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹാവ് ഹാസ് എന്നുള്ളത് ഒരു സെന്റൻസിൽ വന്നാൽ അതിന്റെ ശേഷം എപ്പോഴും വെർബിന്റെ മൂന്നാമത്തെ ഫോമേ ഉപയോഗിക്കാവൂ എന്നൊരു നിയമമുണ്ട് കേട്ടോ. അപ്പൊ അതായത് നമ്മളിപ്പോ ഗോ, വെന്റ്, ഗോൺ എന്നാണ് പറയാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ കമ്മ്യൂണിക്കേഷൻ റെഡി ആവണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന വേർബ്സിന്റെ 3 ഫോംസ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഗോ, വെന്റ്, ഗോൺ എന്നാണ്. അപ്പൊ അവൻ പോയിട്ടുണ്ട് എന്ന് പറയാൻ ഹി ഹാസ് ഗോൺ എന്നാണ് പറയേണ്ടത്. ഹാസിന്റെ ശേഷം ഗോയുടെ മൂന്നാമത്തെ ഫോം ആണ് വരേണ്ടത് എന്നർത്ഥം. അത് കിട്ടില്ലേ? അതാണ് ഈ V3 എന്നുള്ളതോട് ഉദ്ദേശിച്ചത്. അത് മനസ്സിലാക്കി വെക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. ഞാൻ അവിടെ പോയിട്ടുണ്ട്, അങ്ങനെ പറയാം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. നമ്മുടെ ഓർഡർ അനുസരിച്ച് ഫസ്റ്റ് സബ്ജക്ട് വരണം അല്ലെ. സബ്ജക്ട് ആരായിരുന്നു? ഐ ആണ്. സബ്ജക്ട് ഐ ആണ് അല്ലെ. പിന്നെ നമ്മുടെ അനുസരിച്ചിട്ട് ഹാവോ ഹാസോ വരണം. ഇത് നമുക്കറിയാം. ഹാവ് എന്നുള്ളത് പ്ലൂരലിന്റെ കൂടെയും ഹാസ് നമ്മൾ പറയുന്ന സെന്റൻസിൽ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഹാസ്. ഇനി അയ്യോ ദേവിയിലുള്ള ആളുകളാണെങ്കിൽ ഹാവ്. അയ്യോ ദേവി മറന്നിട്ടില്ലല്ലോ അല്ലെ? ഇല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ പോയി കാണണം കേട്ടോ. എന്നാൽ അതാണ് പറഞ്ഞത്, ഭയങ്കര ബേസിക് ആണെന്ന് പറഞ്ഞത്. ആ ബേസിക് കിട്ടിയത് ഭയങ്കര സുഖമാണ്. അപ്പൊ ഞാൻ ഐ എന്നുള്ളത് അയ്യോ ദേവിയിലുള്ള ആളായതുകൊണ്ട് ഐന്റെ ശേഷം എന്ത് വരണം? ഹാവ് വരണം. കണ്ടില്ലേ? ഐ ഹാവ്. പിന്നെ ഗോ എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം ഗോ, വെന്റ്, ഗോൺ എന്നാണ്. നമ്മൾ പഠിച്ചേ പറ്റൂ, അല്ലാതെ ശരിയാവില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ റെഡിയാണോ, എന്നാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ റെഡി ആവുള്ളൂ കേട്ടോ. ഐ ഹാവ് ഗോൺ there, ഞാൻ അവിടെ പോയിട്ടുണ്ട്. കിട്ടിയില്ല? അപ്പൊ ഐ എന്നുള്ളത് പ്ലൂറലായി പരിഗണിക്കുന്ന സാധനമാണ്, അയ്യോ ദേവിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഹാവ് വന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഐ ഹാവ് ഗോൺ there. ഇനി രണ്ടാമത്തത്, അവർ പാട്ട് പാടിയിട്ടുണ്ട്. അവർ പാട്ട് പാടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പാടുക എന്നുള്ളതിന് സിംഗ് എന്നാണ് നമുക്കറിയാം. ഇതിന്റെ പാസ്റ്റ് ടെൻസ് സാങ് എന്നാണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് മൂന്നാമത്തെ ഫോം സങ് എന്നാണ്. ഇത് അറിഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ് അല്ലെ. അവർ എന്നുള്ളതിന് ദേ എന്നുമാണ്. ഓക്കെ, ദേക്ക് ശേഷം എന്താണ് വരേണ്ടത്? ഹാവ്. ദേ കുറെ ആളുകളുണ്ട് അല്ലെ, അയ്യോ ദേവിയിലുള്ള ആളാണ്. അപ്പം ഹാവ് ആണ് വരേണ്ടത്. ദേ ഹാവ് സങ് ദ സോങ്. സങ് മൂന്നാമത്തെ ഫോം കണ്ടില്ലേ, സങ്. ദേ ഹാവ് സങ് ദ സോങ്. അവർ പാട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ അല്ലേ? ഈ ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കട്ടോ. ഇങ്ങനെ വളരെ സിമ്പിൾ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ഹൈ സ്പീക്ക് ഇംഗ്ലീഷ് അക്കാഡമിയിൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് അതും ഉപയോഗപ്പെടുത്താം. അടുത്ത് നോക്കൂ, മീര രാഹുലിനെ കണ്ടിട്ടുണ്ട്. കാണുക എന്നുള്ളതിന് ഇവിടെ കണ്ടുമുട്ടി എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പൊ മീറ്റ് എന്നാണ് നമ്മൾ പറയാം അല്ലെ. മീര രാഹുലിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. കണ്ടു. അപ്പൊ അതിന് മീറ്റ് ആണ് പറയാം അല്ലെ. അപ്പൊ മീറ്റിന്റെ മൂന്നാമത്തെ ഫോം എന്താ? മീറ്റ്, മെറ്റ്, മെറ്റ് എന്നാണ് പറയാം. മെറ്റ്. ഇതാണ് പറഞ്ഞത്. കുറച്ച് നമ്മൾ ഇങ്ങനത്തെ പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് ഡെയിലി യൂസിൽ വരുന്ന കുറച്ച് വേർഡ്സിന്റെ 3 ഫോം പഠിച്ചു വെച്ചാലേ നമ്മുടെ സ്പോക്കൺ എന്താകുള്ളൂ, ഒന്ന് ഫ്ലുവന്റ് ആയിട്ട് വരുള്ളൂ എന്നർത്ഥം. അപ്പൊ മീര ഒരാളെ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഹാസ് ആണ് വരേണ്ടത് അല്ലെ. മീര കഴിഞ്ഞാൽ ഹാസ് വരണം. മീര ഹാസ് മെറ്റ് രാഹുൽ. കണ്ടില്ലേ? മീര ഒരാളെ ഉള്ളൂ, നമ്മൾ ഹാസ് കൊടുത്തു, മെറ്റ് മൂന്നാമത്തെ ഫോമും കൊടുത്തു. മീര ഹാസ് മെറ്റ് രാഹുൽ. മീര രാഹുലിനെ കണ്ടിട്ടുണ്ട്. ഇവിടെ പലരും ചോദിക്കുന്ന ഡൗട്ടാണ്, നമ്മളിപ്പോ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞു അല്ലെ. ഞാൻ രാഹുലിനെ കണ്ടു അല്ലെങ്കിൽ മീര രാഹുലിനെ കണ്ടു എന്നുള്ളതും മീര രാഹുലിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതും തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസം? അത് നമുക്ക് പഠിക്കാം കേട്ടോ. അത് നമുക്ക് വേറൊരു വീഡിയോയില് പഠിക്കാം. ഇപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, ഈ ഒരു പ്രയോഗം എങ്ങനെ പഠിക്കാമെന്നുള്ളത്. മീര ഹാസ് മെറ്റ് രാഹുൽ. അപ്പൊ ഇനി അടുത്ത് നോക്കൂ, അവൾ നിന്നെ വിളിച്ചിട്ടുണ്ട്. വിളിക്കുക എന്നുള്ളതിന് എന്താണ്? കോൾ അല്ലെ. കോൾ, കോൾ. അതിന്റെ രണ്ടാമത്തത് കോൾഡ്. മൂന്നാമത്തെ ഫോമും കോൾഡ് ആണ്. ചിലതെല്ലാം സുഖമാണ്. ഇ വരുന്നതൊക്കെ ഇ ആയിരിക്കും സുഖം. റെഗുലർ വേർബ്സ്, ഇറഗുലർ വേർബ്സ് ഉണ്ട്. അതിന് ഇതുപോലെ വേറെ വേറെയൊക്കെയാണ് വരിക. അപ്പൊ ഏതായാലും അവൾ നിന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയും? നമ്മൾ ഇതേ ഫോർമാറ്റ് പറ്റൊന്ന് പറിച്ചു നോക്കൂ. അവൾ അല്ലെ, ഷീ. പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഹാസ് കൊടുക്കണം. ഷീ ഒരാളെ ഉള്ളൂ. ഷീ ഹാസ് മൂന്നാമത്തെ ഫോം കോൾഡ്, റൈറ്റ്.
കോൾഡ്. ആരെ? യു, നിന്നെ. ഷീ ഹാസ് കോൾഡ് യു. ഷീ ഹാസ് കോൾഡ് യു. ഷീ ഹാസ് വന്നു, കോൾഡ് മൂന്നാമത്തെ ഫോം, വിളിച്ചിട്ടുണ്ട്. അവൾ നിന്നെ വിളിച്ചിട്ടുണ്ട്. ഷീ ഹാസ് കോൾഡ് യു. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇനി ഈ ഒരു പ്രയോഗം അല്ലെങ്കിൽ ഈ ഒരു ടോണിൽ വരുന്ന കോൺവെർസേഷൻസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് തെറ്റാതെ പറയാൻ നമ്മൾ ശ്രമിക്കണം. ഷീ ഹാസ് കോൾഡ് യു എന്നാണ് പറയാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവനെ അടിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവനെ അടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ കേട്ടോ.